ഓക്കെ, ലേൺ ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പറിൻ്റെ 16-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 100 ദിവസത്തെ ചലഞ്ചാണത്, 100 ഡേ ചലഞ്ചാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പ്, ഇലക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കലായിട്ടുള്ള ന്യൂസുകൾ കുറച്ച് അധികം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു 3-4 ന്യൂസുകൾ നമ്മൾ മൊത്തത്തിൽ ഈ 100 ഡേ ചലഞ്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. കാരണം ഇലക്ഷൻ ആയി ബന്ധപ്പെട്ട കുറേയേറെ വാക്കുകൾ, തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ചുറ്റുവട്ടവുമായി ബന്ധപ്പെട്ട കുറേ വാക്കുകൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള എൻ്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വേണം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള വിജയവുമായി ബന്ധപ്പെട്ടത് വേണം. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തുള്ള പ്രോസസ്സിൻ്റെ സമയത്തുള്ള ഏതെങ്കിലും ഒരു വാർത്ത വേണം. അങ്ങനെയാണ് നമ്മൾ സമഗ്രമായിട്ട് ഇതിൽ വെക്കാബുലറീസ് കവർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയവുമായി അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. രാജസ്ഥാൻ ഇലക്ഷൻ പുട്ട് ഓഫ് ബൈ 2 days. ഇതാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ വാർത്ത പറയുന്നത് എന്ന്. ഇതിൻ്റെ ഹെഡ്ലൈൻ നമുക്കൊന്ന് അടുത്ത് കാണാം. രാജസ്ഥാൻ ഇലക്ഷൻ പുട്ട് ഓഫ് ബൈ 2 days. എന്താ ഇതിൻ്റെ അർത്ഥം? രാജസ്ഥാൻ ഇലക്ഷൻ, രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് പുട്ട് ഓഫ്. അപ്പോൾ നമുക്ക് ഈ ഇന്ന് ആദ്യത്തെ വൊക്കാബുലറി കിട്ടി, പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോസ്റ്റ് പോൺ എന്നാണ്. എന്താണ് പോസ്റ്റ് പോൺ? എന്താ പോസ്റ്റ് പോൺ? പോസ്റ്റ് പോൺ എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കുക എന്നാണ്, അല്ലേ? അപ്പം തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയാണ് ബൈ 2 days, 2 ദിവസത്തേക്ക്. ഏറെക്കുറെ ഒരു 2 ദിവസത്തോളം മാറ്റിവെക്കുന്നു. ബൈ 2 days. നവംബർ 25-ാം തീയതി ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രസ്താവിക്കപ്പെട്ടു. 25-ാം തീയതിയാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. എന്ത്? ആസ് എ ന്യൂ പോളിംഗ് ഡേറ്റ്, പുതിയ പോളിംഗ് ഡേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. വാട്ട് ഈസ് പോളിംഗ് ഡേറ്റ്? തിരഞ്ഞെടുപ്പ് തീയതി, തിരഞ്ഞെടുപ്പ് ദിനം, തിരഞ്ഞെടുപ്പിൻ്റെ തീയതി. തിരഞ്ഞെടുപ്പ് തീയതിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് നവംബർ 25-ാം തീയതി ആയിരുന്നു. ആഫ്റ്റർ ദ ഇലക്ഷൻ കമ്മീഷൻ റിസീവ്ഡ് സെവറൽ റിക്വസ്റ്റ്സ് ഇൻ വ്യൂ ഓഫ് ദ നവംബർ 25 ഡിക്ലെയർഡ് ആസ് ദ ന്യൂ പോളിംഗ് ഡേറ്റ്. പുതിയ തിരഞ്ഞെടുപ്പ് ദിനമായിട്ട് നവംബർ 25-ാം തീയതി പ്രഖ്യാപിക്കപ്പെട്ടു. ഓക്കെ, എപ്പോ? ആഫ്റ്റർ ഇലക്ഷൻ കമ്മീഷൻ റിസീവ്ഡ് സെവറൽ റിക്വസ്റ്റ്സ്. ധാരാളം അപേക്ഷകൾ ലഭിച്ചതിനെ തുടർന്ന്, സ്വീകരിക്കപ്പെട്ടതിനെ തുടർന്ന്. എന്തിന്? ഇൻ വ്യൂ ഓഫ് ദ ദേവ് ഉദാനി ഏകാദശി. ദേവ് ഉദാനി ഏകാദശി എന്ന് പറയുന്ന ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട്, അതുമായി ബന്ധപ്പെട്ട് ഇൻ വ്യൂ ഓഫ്, അത് കണക്കിലെടുത്തുകൊണ്ട്. ഇൻ വ്യൂ ഓഫ് എന്ന് പറഞ്ഞാൽ അത് കണക്കിലെടുത്തുകൊണ്ട്, അത് പരിഗണിച്ചുകൊണ്ട് ദേവ് ഉദാനി ഏകാദശി എന്ന് പറയുന്ന ആഘോഷം പരിഗണിച്ചുകൊണ്ട് നവംബർ 23-ാം തീയതി തീരുമാനിച്ച ഇലക്ഷൻ നവംബർ 25-ലേക്ക് ഡിക്ലെയർ ചെയ്യപ്പെട്ടു, പ്രഖ്യാപിക്കപ്പെട്ടു. ശ്രീബർണ ചക്രവർത്തിയാണ് ഈ ന്യൂസ് എഴുതിയിട്ടുള്ളത്, അല്ലേ? ന്യൂഡൽഹി ബേസ്ഡ് ചെയ്തിട്ടുള്ള ന്യൂഡൽഹി എഡിഷൻ എന്ന് വന്നുള്ള ന്യൂസാണ്. ദ അസംബ്ലി തിരഞ്ഞെടുപ്പ്, അല്ലേ? നമ്മുടെ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അതിനെ അസംബ്ലി പോൾ എന്ന് പറയാം. ഇൻ രാജസ്ഥാനിൽ വുഡ് നൗ ബി ഹെൽഡ്. വുഡ് ഹെൽഡ് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോവാണ്. വിൽ എന്ന് പറഞ്ഞാൽ വിൽ ഹെൽഡ്. ഓക്കെ, വെറും വിൽ ഹെൽഡ് എന്ന് പറഞ്ഞാൽ വിൽ ബി ഹെൽഡ്, നടക്കപ്പെടും. ഓക്കെ, ഒരു കാര്യം സംഭവിച്ചേക്കും, അങ്ങനെ പറയണം. വിൽ ബി ഹെൽഡ്. നമ്മൾ വെറും ഹെൽഡ് എന്നല്ല പറയുക, ബി ഹെൽഡ്. കാരണം അങ്ങനെ സംഭവിച്ചേക്കും, നമ്മൾ അതൊരു പാസീവിലാണ് പറയുന്നത്. ഓക്കെ, ബി ഹെൽഡ് സംഭവിക്കും, നടക്കും. ബി ഹെൽഡ്. വുഡ് ഹെൽഡ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നടക്കും, ആ ഡേറ്റ് ഉറപ്പിച്ചു. വുഡ് നൗ ഹെൽഡ്. ഇനി എന്നാ നടക്കുക? ഓൺ നവംബർ 25-നാണ്. ഇൻസ്റ്റെഡ് ഓഫ്, എന്തിനു പകരം? ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? പകരമായി. നവംബർ 23-ന് പകരമായിട്ട് നവംബർ 25-നാണ് ഇനി അസംബ്ലി ഇലക്ഷൻ രാജസ്ഥാനിൽ നടക്കാൻ പോണത്. ആസ് അനൗൺസ്ഡ് ഏർലിയർ, നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ 23-ാം തീയതി ആയിരുന്നു, അല്ലേ? എങ്കിൽ ഇപ്പോൾ അത് 25-ാം തീയതിയാണ്. ദ ഇലക്ഷൻ കമ്മീഷൻ ഈസി സെറ്റ് ഓൺ വെനസ്ഡേ. ഇക്കാര്യം പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനാണ്, വെനസ്ഡേ ആണ്. ദ ചേഞ്ച് ഇൻ ഷെഡ്യൂൾ, ഈ ഷെഡ്യൂളിൽ ഒരു പ്രോഗ്രാമിൻ്റെ പ്ലാനിങ്ങിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുക. ഷെഡ്യൂൾ ഹാസ് ബീൻ എഫക്റ്റഡ് കൺസിഡറിങ്. അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ എഫക്റ്റ് ആയത്?
എന്തുകൊണ്ടാണ് ഹാസ് ബീൻ എഫക്റ്റഡ്? അത് എഫക്റ്റ് മീൻസ് ഒരു കാര്യം പ്രാബല്യത്തിലാവുക. എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെ പ്രാബല്യത്തിലായത്? സ്കെഡ്യൂൾ ഹാസ് ബീൻ എഫക്റ്റഡ്. ദ ചേഞ്ച് ഇൻ സ്കെഡ്യൂൾ, ആ സ്കെഡ്യൂളിലുള്ള മാറ്റം എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എന്തുകൊണ്ട് എഫക്റ്റായി? കൺസിഡറിങ്, പരിഗണിച്ചുകൊണ്ട്. എന്ത് പരിഗണിച്ചുകൊണ്ട്? ലാർജ് സ്കെയിൽ വെഡ്ഡിങ്സ്, വലിയ രീതിയിലുള്ള, ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ വൻതോതിലുള്ള, ലാർജ് സ്കെയിൽ മീൻസ് വൻതോതിലുള്ള. അപ്പോൾ എന്തുകൊണ്ടാണ് വൻതോതിലുള്ള വെഡ്ഡിങ്സ്, വിവാഹങ്ങളും ആൻഡ് സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ്. സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ അർത്ഥമാക്കുന്നത് ജനങ്ങളുടെ വലിയ രീതിയിലുള്ള കൂടിച്ചേരലുകൾ, സാമൂഹികമായ എൻഗേജ്മെൻറ്റ്സ്, കൂടിച്ചേരലുകൾ. ഈ സോഷ്യൽ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സമൂഹ വിവാഹം എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. ഇവിടെ ഓൾറെഡി ലാർജ് സ്കെയിൽ വെഡിങ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് വെഡിങ് ആയിരിക്കില്ലല്ലോ. സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ്, സാമൂഹ്യമായിട്ടുള്ള കൂടിച്ചേരലുകൾ. കല്യാണം നടക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരൽ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവേണ്ടതായിട്ട് വരും. ഓൺ ദ ഏർലിയർ ഡേറ്റ്, നേരത്തെ പറഞ്ഞ ഡേറ്റ് 23-ാം തീയതിയാണ് നടക്കുന്നതെങ്കിൽ ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അത് കണക്കിലെടുത്തിട്ടാണ് ഡേറ്റ് മാറ്റിയത്, അല്ലേ? അത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ സംഗതി, ഈ ചേഞ്ച് എഫക്റ്റ് ആയത്. ഓൺ October 9, ഒക്ടോബർ 9-ാം തീയതി ദ ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ്ഡ്, പ്രഖ്യാപിച്ചു, ഇലക്ഷൻ ഡേറ്റ്സ് ഫോർ 5 സ്റ്റേറ്റ്സ്, 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ഇൻക്ലൂഡിംഗ് രാജസ്ഥാൻ ഉൾപ്പെടെ. വേർ ദ പോൾ വാസ് സ്കെഡ്യൂൾഡ് ടു ബി ഹെൽഡ് നവംബർ 23. അവിടെ നവംബർ 23-ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നതായിരുന്നു പ്രഖ്യാപിച്ചത്. ദ ഡേറ്റ് കൺസൈഡ്സ്, പക്ഷേ ആ ഡേറ്റ് കൺസൈഡ് ചെയ്യുന്നു വിത്ത് ആൻ ഓസ്പീഷ്യസ് ഡേ, ഒരു ഓസ്പീഷ്യസ് ഡേയുമായി കോയിൻസൈഡ് ചെയ്യുന്നു. കോയിൻസൈഡ്, ഓക്കെ, റിയലി സോറി, കൺസൈഡ് അല്ല, കോയിൻസൈഡ് എന്നാണ് പറയുക. കോയിൻസൈഡ്, ഓക്കെ, കോയിൻസൈഡ്, ഓക്കെ. കോയിൻസിഡൻസ് എന്ന് പറയില്ല നമ്മൾ, കോയിൻസിഡൻസ്, അതാണ് കോയിൻസൈഡ്, ഓക്കെ. കൺസീഡ് എന്ന് പറഞ്ഞ വേറെ വേർഡാണ്. കൺസീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് സമ്മതിക്കുക. ഞാൻ സമ്മതിക്കുന്നു, ഐ കൺസീഡ് ഇറ്റ് എന്നൊക്കെ പറയില്ലേ. ഇത് കോയിൻസിഡൻറ്റിൻ്റെ കോയിൻസൈഡാണ്, ഓക്കെ. കോയിൻസൈഡ്. അപ്പോൾ കോയിൻസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? സമമായിട്ട് വരിക, അല്ലെങ്കിൽ അതേ സമയത്ത് വരിക, ഒരേ സമയത്ത് വരിക, ഓക്കെ. അതിൻ്റെ മീനിങ് ഒരേ സമയം ആയി വരിക, ഒരേ സമയം ആയി വരിക, അല്ലെങ്കിൽ ഒരേ സമയത്ത് ഭവിക്കുക, ഒരേ സമയം ഭവിക്കുക, എഴുതി വെക്കുക കേട്ടോ, ഓക്കെ. ഒരേ സമയത്തായി വരിക, കോയിൻസൈഡ്. അതൊരു വെർബാണ് കോയിൻസൈഡ് എന്ന് പറയുന്നത്. കോയിൻസൈഡ്സ് വിത്ത് ആൻ ഓസ്പീഷ്യസ് ഡേ, ഒരു ഓസ്പീഷ്യസ് ഡേയുമായി ബന്ധപ്പെട്ട്, ഓക്കെ. ഓസ്പീഷ്യസ് ഡേ എന്ന് പറഞ്ഞാൽ എന്താ? മംഗളദിനം. ഓസ്പീഷ്യസ് ഡേ, മംഗളദിനം, ഓക്കെ. ഇവിടെ എഴുതാം അല്ലേ, മംഗളദിനം. ഓസ്പീഷ്യസ് ഡേ ഫോർ ഹിന്ദുസ്, ഹിന്ദുക്കളുടെ മംഗളദിനമായ ഓസ്പീഷ്യസ് ഡേ ആണ് അന്ന്, അല്ലേ? അത് കോയിൻസൈഡ് ചെയ്യുന്നു, ഒരേ സമയത്ത് വരുന്നു. ഏതൊരേ സമയം? ഇലക്ഷൻ തീയതിയോട് കൂടിയിട്ട് വരുന്നു. ദേവ് ഉത്ഥാനി ഏകാദശി, അതാണ് മംഗളദിനം, ഓസ്പീഷ്യസ് ഡേ, ഓക്കെ. വെൻ തൗസൻഡ്സ് ഓഫ് വെഡിങ് ടേക്ക് പ്ലേസ്, ആ സമയത്ത് ആയിരക്കണക്കിന് വെഡിങ്സ് ആണ്, കല്യാണമാണ് നടക്കുന്നത് ഇൻ രാജസ്ഥാനിൽ. സബ്സീക്വൻലി, വാട്ട് ഈസ് സബ്സീക്വൻലി? ഇതവിടെ എഴുതി തന്നിട്ടുണ്ട്. സബ്സീക്വൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തുടർന്ന്, അല്ലെങ്കിൽ അനന്തരമായി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫോളോഡ് ബൈ എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു വേർഡാണ്, ഓക്കെ. അപ്പോൾ സബ്സീക്വൻലി, അതിനെ തുടർന്ന് റെപ്രസെൻറ്റേഷൻസ്. ഈ റെപ്രസെൻറ്റേഷൻ സൂക്ഷിക്കണം. ഇതിന് നമ്മൾ പെട്ടെന്ന് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നൊക്കെ പറയുമ്പോൾ പ്രതിനിധികൾ, പ്രാതിനിധ്യം വഹിക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയും. ഇവിടെ അതല്ല അർത്ഥം. ഇവിടെ നിവേദനം എന്നർത്ഥമാണ്. ഓക്കെ. റെപ്രസെൻറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ, ഇംഗ്ലീഷിലെ റെപ്രസെൻറ്റേഷന് നിവേദനം എന്നർത്ഥമുണ്ട്. അപ്പോൾ സബ്സീക്വൻലി, അതിനെ തുടർന്ന് റെപ്രസെൻറ്റേഷൻസ്, നിവേദനങ്ങൾ ഹാവ് ബീൻ റിസീവ്ഡ്, സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഹാവ് ബീൻ എവിടെ വരുന്നത് നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ സാധാരണ ഹാവ് യൂസ് ചെയ്യാറുണ്ട്. ഐ ഹാവ്, ഓക്കെ, ഗിവൺ എ പെൻ, ഒരു പേന ഞാൻ കൊടുത്തു. ആർക്കാണ് കൊടുത്തത്? ഗീതാറാമിന്, ഗീതയ്ക്ക് കൊടുത്തു. ഐ ഹാവ് ഗിവൺ എ പെൻ
ടു ഗീത. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഗീതയ്ക്കൊരു പേന കൊടുത്തിട്ടുണ്ട്. ഇതിനെനിക്ക് വേറെ രൂപത്തിൽ പറയാം. ഗീതയ്ക്കൊരു പേന കിട്ടിയിട്ടുണ്ട്. ഗീതയ്ക്ക് എന്നാൽ ഒരു പേന കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഐ ഹാവ് ഗിവൺ എ പെൻ ടു ഗീത. ഞാൻ ഗീതയ്ക്കൊരു പേന കൊടുത്തിട്ടുണ്ട്. അവിടെ ആർക്കാ പ്രാധാന്യം? എനിക്കാണ്. ഞാൻ കൊടുത്തു. ഐ ഹാവ് ഗിവൺ അല്ലേ? ഐ ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഗീത. എന്നാൽ ഗീതയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് നമുക്കിത് വേണം പറയാം. ഗീത ഹാസ് ബീൻ, ഗീത ഒരാളായതുകൊണ്ട് ഗീത ഹാസ് ബീൻ ഗിവൺ എ പെൻ ബൈ മീ. അപ്പോൾ ഗീത ഹാസ് ബീൻ ഗിവൺ. കാരണം അങ്ങനെ എഴുതുമ്പോഴാണ് നമ്മൾ ഈ ഹാസ് ബീൻ അല്ലെങ്കിൽ ഗീതയ്ക്ക് വരുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഹാവ് ബീൻ വരുന്നത്. അതായത് ഗീതയ്ക്ക് ലഭിക്കപ്പെട്ടിട്ടുണ്ട്, നൽകപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതേപോലെയാണ് ഇവിടെ ആ രൂപത്തിലാണ്. ഇവിടുത്തെ ഗ്രാമർ ശരിക്കും അതാണ്. ഹാവ് ബീൻ റെപ്രസെൻറ്റേഷൻസ് ഹാവ് ബീൻ റിസീവ്ഡ് ബൈ കമ്മീഷൻ. ബൈ കമ്മീഷൻ അല്ല, ഇൻ ദ കമ്മീഷൻ. കമ്മീഷന് കിട്ടിയിട്ടുണ്ട്. ആരിനാൽ? ഫ്രം അല്ലെങ്കിൽ ബൈ വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികളാൽ. ഓക്കെ, അതിൽ സോഷ്യൽ ഓർഗനൈസേഷനുകൾ, കുറേ സാമൂഹിക സംഘടനകളാൽ. ആൻഡ് ഓൾസോ ഇഷ്യൂസ് റേസ്ഡ് ഇൻ ദ വേരിയസ് മീഡിയ പ്ലാറ്റ്ഫോംസ്. കൂടാതെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ, വേരിയസ് മീഡിയ പ്ലാറ്റ്ഫോംസുകളിൽ ഫോർ ചേഞ്ച് ഓഫ് ഡേറ്റ് ഓഫ് പോൾ കൺസിഡറിങ്, അതായത് ലാർജ് സ്കെയിൽ വെഡിങ്, വലിയ തോതിലുള്ള കല്യാണങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് ഡേറ്റ് മാറ്റണമെന്ന രീതിയിലുള്ള ഇഷ്യൂസ്, പ്രശ്നങ്ങൾ ആളുകൾ റേസ് ചെയ്തിട്ടുണ്ട് പല മാധ്യമങ്ങളിലും. ആൻഡ് സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ്, കല്യാണം മാത്രമല്ല സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഓൺ ദാറ്റ് ഡേ, ആ ദിവസം, വിച്ച് മേ കോസ് ഇൻകൺവീനിയൻസ്, ഇത് ആളുകൾക്ക് എന്തുണ്ടാകും? ഇൻകൺവീനിയൻസ് ഉണ്ടാക്കും. വാട്ട് ഈസ് ഇൻകൺവീനിയൻസ്? ഇൻകൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ അസൗകര്യം ഉണ്ടാക്കും. ഓക്കെ, ടു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഒരുപാട് ആളുകൾക്ക്. വേരിയസ് ലോജിസ്റ്റിക് ഇഷ്യൂസ്, ഒരുപാട് ലോജിസ്റ്റിക് ഇഷ്യൂസ് ഉണ്ടാവും. വാട്ട് ഇസ് ലോജിസ്റ്റിക് ഇഷ്യൂ? ഈ ലോജിസ്റ്റിക് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധന സാമഗ്രികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നതിനാണ് ലോജിസ്റ്റിക് എന്ന് പറയാം. ലോജിസ്റ്റിക്സ് എന്ന് കേട്ടിട്ടില്ലേ? സാധന സാമഗ്രികൾ. ഓക്കെ, ലോജിസ്റ്റിക് സാധന സാമഗ്രികൾ എത്തിക്കുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട, സ്വാഭാവികമായിട്ട് ഇത്രയും വലിയ തിരക്കുകൾ ഉണ്ടാകുമ്പോൾ ഈ വസ്തുക്കളൊക്കെ ഇപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ അതിൻ്റെ എന്താ പറയുക, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പല ട്രാൻസ്പോർട്ടേഷൻ നടക്കുക. ആ ട്രാൻസ്പോർട്ടേഷനൊക്കെ തടസ്സം ഉണ്ടാവും. അതാണ് ഈ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ട്രാൻസ്പോർട്ടേഷനാണ്. ഓക്കെ, സാധന സർവീസുകളും അതുപോലെ ഇതുപോലെയുള്ള എന്താ പറയുക സാധനങ്ങളും കൊണ്ടുപോകുന്നതിൽ ആ ഒരു സംവിധാനത്തെയാണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മേ ലീഡ് ടു റെഡ്യൂസ്ഡ് വോട്ടേഴ്സ്, അത് ആളുകളുടെ എണ്ണം റെഡ്യൂസ് ചെയ്യാൻ, വോട്ടർമാരുടെ സമ്മതിദായകരുടെ എണ്ണം കുറയ്ക്കാനുള്ള കാരണമാകും. പാർട്ടിസിപ്പേഷൻസ് ഡ്യൂറിങ് പോൾ, അത് വോട്ടേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ, അവരുടെ പങ്കെടുക്കുന്നത് കുറയാൻ കാരണമാകും. ഡ്യൂറിങ് പോൾ, ഈ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. ദ പോൾ ബോഡി സെറ്റ്, ആരാ പറഞ്ഞത്? പോൾ ബോഡി. ആരാ ഈ പോൾ ബോഡി? എപ്പോഴും പത്രത്തിൽ കാണാം പോൾ ബോഡി. പോൾ മീൻസ് എന്താണ്? പോൾ എന്ന് പറഞ്ഞാൽ എന്താ? തിരഞ്ഞെടുപ്പ്. അപ്പോൾ വാട്ട് ഈസ് പോൾ ബോഡി? പോൾ ബോഡി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആൾക്കാർ. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയാണ് പോൾ ബോഡി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ സംവിധാനത്തെയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോൾ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ഷൻ കമ്മീഷനാണ്. എന്താണ് പോൾ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിൻ്റെ മറ്റൊരു പേരാണ് പോൾ ബോഡി. പത്രങ്ങൾ എപ്പോഴും പോൾ ബോഡി ഇലക്ഷൻ സമയത്ത് വരുന്ന വാർത്തകൾ നോക്കിക്കോളൂ. പോൾ ബോഡി എന്നായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. എ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ വെനസ്ഡേ. അപ്പോൾ പോൾ ബോഡി ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് ഇത് അറിയിച്ചത്. ഇറ്റ് സെഡ് ദാറ്റ്, അതായത് പറയപ്പെടുന്നു, കൺസിഡറിങ് ദീസ് ഫാക്ടേഴ്സ്, ഈ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട്, കൺസിഡറിങ് ദീസ് ഫാക്ടേഴ്സ്, ഈ ഘടകങ്ങളെ പരിഗണിച്ചുകൊണ്ട്, ദ കമ്മീഷൻ ഡിസൈഡഡ്, തീരുമാനിച്ചു, ടു ചേഞ്ച്, മാറ്റാൻ. നമ്മളെന്താ തുടക്കത്തിൽ ചേഞ്ചിന് പകരം പോസ്റ്റ് പോൺ എന്ന അർത്ഥത്തിൽ പഠിച്ച വേറെ വേർഡ് ഏതാ? പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മാറ്റുക, ചേഞ്ച് ചെയ്യുക. ഓക്കെ, ചേഞ്ച് ദ ഡേറ്റ് ഓഫ് പോളിംഗ്,
തിരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് ടു നവംബർ 25 ദ കൗണ്ടിങ് ഓഫ് വോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? വോട്ടെണ്ണലിനെയാണ് കൗണ്ടിങ് ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത്. കൗണ്ടിങ് ഓഫ് വോട്ടെണ്ണൽ. ഓക്കെ. എന്നിരുന്നാലും വിൽ ടേക്ക് പ്ലേസ്. ഇങ്ങനെയൊക്കെയാണ് സംഗതി എങ്കിലും എന്നിരുന്നാലും ഈ പറയുന്ന കൗണ്ടിങ് ഓഫ് വോട്ടെണ്ണൽ വിൽ ടേക്ക് പ്ലേസ് നടക്കും ആസ് ഷെഡ്യൂൾഡ് ഓൺ December 3. December 3-നാണ് നേരത്തെ തന്നെ എന്ത് തീരുമാനിച്ചത്? വോട്ടെണ്ണൽ തീരുമാനിച്ചത്. അതിന് മാറ്റമൊന്നുമില്ല. എലോങ് വിത്ത് ദ അതർ സ്റ്റേറ്റ്സ്, മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം. മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം. ഇത്രയുമാണ് ഈ വാർത്ത. എലോങ് വിത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പം, കൂടെ. ഇനി നമുക്ക് ഈ പറഞ്ഞ വാർത്തയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള വേർഡ്സ് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ? ആദ്യം നമ്മൾ പഠിച്ചു പുട്ട് ഓഫ്, മാറ്റിവെക്കുക. ഡിക്ലെയർഡ്, പ്രഖ്യാപിച്ചു. പോളിംഗ് ഡേറ്റ്, തിരഞ്ഞെടുപ്പ് ദിനം. ഇൻ വ്യൂ ഓഫ്, കണക്കിലെടുത്തുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഇൻസ്റ്റെഡ് ഓഫ്, പകരമായി. ലാർജ് സ്കെയിൽ, വൻതോതിലുള്ള. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരേ സമയം സംഭവിക്കുക, ഒരേ സമയത്ത് ആകസ്മികമായിട്ട് സംഭവിക്കുന്ന കാര്യത്തിൽ നമ്മൾ കോയിൻസിഡൻസ് ഉണ്ടാകുന്നതിന് കോയിൻസൈഡ്സ് എന്ന് പഠിച്ചു. അപ്പോൾ ആ വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കണം. കോയിൻസൈഡ്സ് എന്ന് പറഞ്ഞാൽ മാറിപ്പോരുത്. കോയിൻസൈഡ്സ്. ഓക്കെ. അതോടെ പ്രിൻ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. മംഗളദിനം, ഓസ്പീഷ്യസ് ഡേ, മംഗളദിനം പഠിച്ചു. പിന്നെ നമ്മളെന്ത് പഠിച്ചു? സബ്സീക്വൻ്റ്ലി, അതിനെ തുടർന്ന് അനന്തരമായി. റെപ്രസെൻറ്റേഷൻസ് മീൻസ് നിവേദനം എന്നാണ്. പ്രാതിനിധ്യം എന്ന അർത്ഥത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ പഠിച്ചത് നിവേദനം എന്ന അർത്ഥത്തിലാണ്. ഇൻകൺവീനിയൻസ്, അസൗകര്യം. ലോജിസ്റ്റിക്, സാധന സാമഗ്രികൾ എത്തിക്കുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ മാത്രമല്ല സേവനങ്ങളും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ലോജിസ്റ്റിക്സ്. പാർട്ടിസിപ്പേഷൻ പറഞ്ഞാൽ പങ്കെടുക്കലാണ്. പോൾ ബോഡി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കൗണ്ടിങ് ഓഫ് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വോട്ടെണ്ണലാണ്. എലോങ് വിത്ത്, ഒപ്പം, കൂടെ. അപ്പോൾ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു വാർത്തയുമായിട്ട് അടുത്ത ദിവസം വരാം. പക്ഷേ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.